ചേരുന്നു. പ്രസാദ്, ഇന്നായിരുന്നു എക്സൈസ് മന്ത്രിയുടെ വാർത്താ സമ്മേളനം. അവിടെ പ്രതിപക്ഷം പോലും അടിയന്തര പ്രമേയം ഉന്നയിച്ചില്ല, വിഷയത്തിൽ നിന്ന് പിന്നോട്ടു പോയി എന്ന വാദം ഉയർത്തുമ്പോഴാണ് ഇപ്പോൾ CPI ഈ മദ്യ കമ്പനിക്ക് നൽകിയ അനുമതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ CPI ജില്ലാ എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തിട്ടുണ്ട്? ലക്ഷ്മി, ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് 1 മണിക്കൂറേറെ സമയമെടുത്ത് MP രാജേഷ് നടത്തിയിട്ടുള്ള ഒരു വിശദമായ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്താണ്. ആ വാർത്താ സമ്മേളനം അവസാനിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ഈ എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യ കമ്പനിക്കുള്ള അനുമതി റദ്ദാക്കണമെന്ന് CPIയുടെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവരുടെ തീരുമാനം, ഇന്നത്തെ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. ഈ പദ്ധതി ഒരു കാരണവശാലും നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവിൽ ഉയർന്നിട്ടുള്ളത്. 15 അംഗ എക്സിക്യൂട്ടീവിൽ ഭൂരിഭാഗം പേരും, ഏറെക്കുറെ മുഴുവൻ ആളുകളും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം, മുഴുവൻ ആളുകളും ഈ കമ്പനിയെ ഇതിനുള്ള അനുമതി റദ്ദാക്കണം എന്ന് തന്നെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ കൃഷിസ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്തിൽ തണ്ണീർത്തട നിയമപ്രകാരമുള്ള ഭൂമി ഉൾപ്പെടെ അതിനകത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ ഒരു പ്രദേശത്ത് ഈ കമ്പനി അനുവദിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് നൽകിയിട്ടുള്ള പ്രാഥമിക അനുമതി സംസ്ഥാന സർക്കാർ റദ്ദാക്കണം എന്നുള്ളതാണ് CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ അവരുടെ തീരുമാനം അവരുടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. എന്തായാലും വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ ഈ പദ്ധതിയുമായി, എന്ത് വന്നാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മുന്നണിക്കകത്ത് തന്നെ, പ്രത്യേകിച്ച് CPIയുടെ ഭാഗത്തു നിന്ന് തന്നെ ആ പദ്ധതിക്കെതിരെ തീരുമാനമെടുത്തിരിക്കുന്നു. ആ പദ്ധതിക്കുള്ള അനുമതി റദ്ദാക്കണമെന്നുള്ളതാണ് CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം അവർ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു നീക്കം CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ബിനോയ് വിശ്വം പ്രതികരണം നടത്തിയ സമയത്ത് തന്നെ കുടിവെള്ളം മറന്നുകൊണ്ടുള്ളൊരു വികസനം വേണ്ട എന്നുള്ള പ്രസ്താവന നടത്തിയിരുന്നു. അതിൽ തന്നെ പക്ഷേ അത് പൂർണ്ണമായും ഈ പദ്ധതിയുടെ അനുമതി റദ്ദാക്കണം എന്നൊരു നിലയിലേക്ക് CPIയുടെ ജില്ലാ നേതൃത്വം, ജില്ലാ എക്സിക്യൂട്ടീവ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുമെന്ന് കരുതിയിരുന്നതല്ല. പക്ഷേ മുഴുവൻ ആളുകളും ഇപ്പോൾ ആ പദ്ധതി റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ പദ്ധതി റദ്ദാക്കണം എന്നുള്ളത് തന്നെയാണ് അവർ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ വിവാദമാകാൻ പോവുകയാണ്. അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല ഈ പദ്ധതി പ്രദേശം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. അതിനകത്ത് അഴിമതിയുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നു. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ആ പ്രദേശത്തുള്ള ആളുകളും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള അവിടുന്ന് ആളുകളും ആ പദ്ധതിയെ അനുവദിക്കില്ല, പദ്ധതി വരരുത് എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അവരെല്ലാം തന്നെ പറയുന്നത് ഈ ജലക്ഷാമം തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇന്ന് മന്ത്രി നടത്തിയുള്ള വാർത്താ സമ്മേളനത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഭൂഗർഭജലം എടുക്കില്ല, അവിടെ കുഴൽക്കിണർ കുഴിച്ച് കമ്പനിക്ക് വെള്ളം എടുക്കാനുള്ള അനുമതി നൽകില്ല, അവിടെ മഴവെള്ള സംഭരണിയാണ് ഉപയോഗപ്പെടുത്തുക, അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഇത് വികസനത്തിന് തുരങ്കം വെക്കുന്ന നിലപാടാണ്, വികസനത്തെ എതിർക്കുന്ന നിലപാടാണ്. മറ്റ് സംസ്ഥാനങ്ങളിലാകാം, ഇവിടെ പാടില്ല എന്നൊരു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് എന്നെല്ലാമായിരുന്നു MP രാജേഷിന്റെ വിശദീകരണം. എന്തായാലും എക്സൈസ് മന്ത്രി പ്രതിപക്ഷത്തെ ഈ തരത്തിൽ പറയുമ്പോൾ പോലും സ്വന്തം മുന്നണിക്കകത്ത് ഈ കാര്യത്തിൽ ഒരു ധാരണയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും CPI സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടെ കൃത്യമായ ഒരു പിന്തുണയില്ലാതെ ഇങ്ങനെ CPI ജില്ലാ എക്സിക്യൂട്ടീവ് ഇത്രയും തന്ത്രപ്രധാനമായ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ജില്ലാ എക്സിക്യൂട്ടീവ് വന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിനോയ് വിശ്വം ഇതുമായി നടത്തിയിട്ടുള്ള മാധ്യമ പ്രതികരണങ്ങളിൽ പറഞ്ഞത് കുടിവെള്ളത്തിനാണ് പ്രാധാന്യം, കുടിവെള്ളത്തെ മറന്നുകൊണ്ടുള്ള ഒരു വികസനവും വേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു സംസ്ഥാന നേതൃത്വം ഒറ്റയടിക്ക് അതിൻ്റെ അനുമതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് പകരം പ്രാദേശിക തലത്തിൽ നിന്ന് തന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ വരട്ടെ. CPIയുടെ നേതൃത്വത്തിൽ അവരുടെ പ്രാദേശിക നേതൃത്വം, നേരത്തെ തന്നെ CPIയുടെ എലപ്പുള്ളി ലോക്കൽ കമ്മിറ്റി എല്ലാം തന്നെ ഇതിനെ ശക്തമായി എതിർത്തിരുന്നതാണ്. ഇപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് കൂടി തന്നെ ഇതിനെ എതിർക്കുന്നു, അനുമതി റദ്ദാക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്നതായിരുന്നു MP രാജേഷും മുഖ്യമന്ത്രിയും എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഒരു വികസനം വരുമ്പോൾ അവർക്ക് ആവശ്യമായ വെള്ളം നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഇനിയും ഇത്തരത്തിലുള്ള പദ്ധതികൾ വന്നു കഴിഞ്ഞാൽ സർക്കാർ അതിന് അനുമതി കൊടുക്കും എന്നുള്ളതാണ്
പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് CPIയുടെ അവിടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI പോലും അത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ബിനോയ് വിശ്വം മന്ത്രി MP രാജേഷ് ബിനോയ് വിശ്വത്തെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത്തരം വാദങ്ങളെല്ലാം സ്വാഭാവികമായും ബിനോയ് വിശ്വത്തോട് പറയുകയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അത് CPIയുടെ ജില്ലാ നേതൃത്വത്തിനോ അല്ലെങ്കിൽ CPI നേതൃത്വത്തിനോ ഈ പദ്ധതിയോട് കടുത്ത് വിയോജിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ വരുന്നത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി ഒരു അഭിപ്രായം സ്വാഭാവികമായും ജില്ലാ എക്സിക്യൂട്ടീവിൽ അത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായം കൂടി പരിഗണനയ്ക്ക് വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണ ഇവരുടെ ഈ തീരുമാനത്തിനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് ഈ തീരുമാനത്തിൽ ഈ എവലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യക്കമ്പനിക്കുള്ള അനുമതി റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അത് സംസ്ഥാന നേതൃത്വത്തെ അവർ ഈ തീരുമാനം അറിയിക്കും. തുടർന്ന് സംസ്ഥാന നേതൃത്വവും എന്താണ് അതിൽ അഭിപ്രായം പറയുക. സ്വാഭാവികമായും ജില്ലാ എക്സിക്യൂട്ടീവിന്റെ തീരുമാനത്തോട് ചേർന്ന് തന്നെയായിരിക്കും സംസ്ഥാന നേതൃത്വവും അഭിപ്രായം പറയുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രസാദ് ഉടുമ്പശ്ശേരി പാലക്കാട് നിന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. പാലക്കാട് എലപ്പുള്ളിയിൽ സ്വകാര്യ മദ്യ കമ്പനിക്ക് നൽകിയ അനുമതി റദ്ദാക്കണമെന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തെ അവർ ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്ന് രാവിലെയാണ് എക്സൈസ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ വിമർശനത്തെ അത്യന്തം മൂർച്ചയേറിയ ഭാഷയിൽ വിമർശിച്ചത്. അപ്പോഴാണ് സ്വന്തം മുന്നണിക്കകത്തെ പ്രധാനപ്പെട്ട കക്ഷി CPI പുറംതിരിഞ്ഞു നിൽക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി.